بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. كم أبرأت واصبا باللمس راحته وأطلقت أربا من ربقة اللمم. എത്രയെത്ര സംഭവങ്ങളാണ് അബറാത്ത് വാസിബൻ രോഗത്തെ ഷിഫയാക്കിയത്, രോഗത്തിനെ സുഖപ്പെടുത്തിയത്. ബില്ലംസി തൊടൽ കൊണ്ട്, റാഹത്തുഹു അവിടുത്തെ ഉള്ളങ്കൈ, ആ ഷറഫാകപ്പെട്ട ആ ഉള്ളങ്കൈ കൊണ്ട്, കൈയിൻ്റെ ഉള്ളിൽ തൊടൽ കൊണ്ട്, സ്പർശിക്കൽ കൊണ്ട് എത്രയെത്ര രോഗത്തിനെ ഷിഫയാക്കിയിരിക്കുന്നു. വാത്തിലക്കച്ച് രക്ഷപ്പെടുത്തി എത്രയെത്ര സംഭവങ്ങളാണ് അവിടുത്തെ ഉള്ളങ്കൈ. ആരെ? അരിബൻ ആവശ്യമുള്ളവരെ, മിൻ റിബക്കത്തില്ലമ്മി ഭ്രാന്താകുന്ന ആ പിരാന്താകുന്ന കെട്ടിൽ നിന്നിട്ട്, പിരാന്ത് പിടിച്ച ആളുകൾ അവരെ കെട്ടിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തിയ എത്രയെത്ര സംഭവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കൈകൊണ്ട് തടകിയ സുഖപ്പെട്ട സംഭവങ്ങൾ ഹദീസുകളിൽ കാണാം. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു കണ്ണ് കുരുടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷറഫാകപ്പെട്ട കൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിങ്ങനെ തടഞ്ഞു കൊടുത്തപ്പോൾ ആ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ഏറ്റവും ഭംഗിയായ രീതിയിൽ അത് തിരിച്ചു കിട്ടുകയും ചെയ്തു. മറ്റൊരു സംഭവം കാണാം. ഒരു സ്ത്രീ തൻ്റെ കുട്ടിയെടുത്തുകൊണ്ട് വന്നു. ആ കുട്ടിക്കൊരു രോഗമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിൻ്റെ തലയിൽ കൈവച്ച് തടയി കൊടുത്തപ്പോൾ ആ കുട്ടിൻ്റെ രോഗം അള്ളാഹു ഷിഫയാക്കി കൊടുത്തു. ഒരു സ്വഹാബി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് അദ്ദേഹത്തിൻ്റെ കാല് ഒടിഞ്ഞു. നബി തങ്ങൾക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിൻ്റെ കാലിന് തടയി കൊടുത്തപ്പോൾ ഒരു പൊട്ടും ഇല്ലാത്തതുപോലെയാണ് അദ്ദേഹം തിരിച്ചു പോയത്. എത്രയെത്ര സംഭവങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഷറഫാകപ്പെട്ട കൈ കൊണ്ട് ഷിഫയാക്കി കൊടുത്ത ആ സംഭവങ്ങളെ പറ്റിയാണ് ഈ ബൈത്തിൽ പറഞ്ഞത്. وأحيت السنة الشهباء دعوته حتى حكت غرة في العسر الدهمي. وأحيت السنة എത്രയെത്ര വർഷങ്ങളെ ജീവിപ്പിച്ചു. ഞങ്ങളുടെ വർഷം അഷഹബാ, മഴയില്ലാതെ ക്ഷാമം പിടിച്ച വർഷം. എന്ത്? ദഅവത്തുഹു അവിടുത്തെ പ്രാർത്ഥന ജീവിച്ചു, ഹയാത്താക്കി കഴിഞ്ഞു ആ വർഷത്തിനെ. ഹത്ത അപ്പോൾ ഹക്കത്ത് ആ വർഷം സാദൃശ്യമായി, ഉറത്തൻ ഒരു നെറ്റിയിലുള്ള വെളുപ്പിനോട് സാദൃശ്യമായി, ഫിൽ അസ്രി ദുഹുമി കറുത്തതായ കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ മഴ കുറഞ്ഞ് ക്ഷാമമുണ്ടായ സമയത്ത് ഒരു കറുത്തതായ കാലം പോലെയായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നല്ല മഴ വർഷിക്കുകയും ഒരു നല്ലൊരു കാലം വരികയും ചെയ്തു എന്നതാണ് ഇതിൻ്റെ സാരം. ബിആരിളിൻ ജാദ ഔ ഖൽതുൽ ബിതാഹ ബിഹാ സൈബും മിനൽ യമ്മി ഔ സൈലം മിനൽ അരിമി. ബിആരിളിൻ മേഘം കാരണം കൊണ്ട്, ജാദ ആ മേഘം ഇങ്ങനെ അധികരിച്ചിരിക്കുന്നു. മേഘം അധികരിച്ചപ്പോൾ വെള്ളം വരും, മഴ വർഷിക്കും. ഔ ഖൽതു അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു, അൽ ബിതാഹ ആ വിശാലമായ മലഞ്ചെരുവിനെ, ബിഹാ സൈബുൻ ആ മലഞ്ചെരുവിൽ വലിവെള്ളമുണ്ട്, അതിന് ഞാൻ വിചാരിച്ചു. മിനൽ യമ്മി സമുദ്രത്തിൽ നിന്നുള്ള വലിവെള്ളമാണ്. ഔ സൈല മിനൽ അരിമി അല്ല അണക്കെട്ടിൽ നിന്നിട്ടുള്ളത് വലിവെള്ളമാണ്, അത് പൊട്ടി ഒലിച്ച വെള്ളമാണ് എന്ന് ഞാൻ വിചാരിച്ചു. അത്രത്തോളം മഴ വർഷിച്ചിട്ട് വെള്ളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മഴ വർഷിപ്പിച്ചു എന്നാണ് പറയുന്നത്. ദഅനി വസ്ഫിയ ആയാതിൻ ലഹു ലഹറത് ളുഹൂറ നാരിൽ ഖിറാ ലൈലൻ അലാ അലമി. ദഅനി എന്നെ ഉപേക്ഷിക്ക്, ഞാൻ മദ്ഹ് പറയട്ടെ. വസ്ഫിയ ആയാത്തിൻ ലഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ, അവിടുത്തെ മോജിസത്തുകളെ ഞാൻ വിശേഷണം പറയലോടുകൂടി. ഞങ്ങളുടെ മോജിസത്താണ് ലഹറത്ത് ളുഹൂറ നാരിൽ ഖിറാ, വിരുന്നുകാരുടെ ആ പ്രകാശത്തിന് അത് വെളിവാക്കിയിരിക്കുന്നു. അവർക്ക് ഇരുട്ടുകളെ, ആ വിരുന്നുകാർ വന്നപ്പോൾ ആ വിരുന്നുകാരുടെ ഇരുട്ടുകളെ ആ പ്രകാശം വെളിവാക്കിയിരിക്കുന്നു, ആ മോജിത്ത് വെളിവാക്കിയിരിക്കുന്നു. എപ്പോൾ? ലൈലൻ അല അലമിൻ ഉയർന്ന പർവ്വതത്തിന് മുകളിൽ രാത്രി സമയത്ത്.
അതായത് വിരുന്നുകാർ വന്നപ്പോൾ അവർക്ക് പർവ്വതത്തിൻ്റെ മുകളിൽ നല്ലൊരു വിളക്ക് വെച്ചപ്പോൾ ചുറ്റും പ്രകാശിച്ച് ആ വിരുന്നുകാർക്ക് അത് നല്ല ഒരു വ്യക്തമായ രീതിയിൽ അത് കാണിക്കുകയും ചെയ്യുന്നു. നല്ല തിളക്കമുണ്ടാകുന്നു അവർക്ക് ഇരിക്കുന്ന സമയത്ത് പ്രകാശം കാരണം കൊണ്ട്. എന്നതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ മോചിതത്ത് ലോകത്തിൻ്റെ നാനാ ജനങ്ങൾക്കും അത് നല്ല വെളിപ്പെട്ടിരിക്കുകയാണ്, ഹക്ക് മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ കവി ബൈത്ത് പാടുന്നത് ഒരു തോന്നലാണ്. ഞാൻ ഇത്രയെല്ലാം മദ്ഹ് പറയുമ്പോൾ ആ കാഫിര്യങ്ങളും മത്സരാർത്ഥികളും എനിക്കെതിരായിട്ട് അവർ വിചാരിക്കുന്നുണ്ടാവും, നീ അതിനെ ഒഴിവാക്കിയിട്ട് പോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ മദ്ഹ് പറയുന്നത്, കുറേ മദ്ഹ് പറയുന്നത്? ഇല്ല, എന്നെ നിങ്ങൾ ഉപേക്ഷിക്കുക, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവിടുത്തെ മുഅ്ജിസത്ത്, അവിടുത്തെ ദൃഷ്ടാന്തം വളരെ വ്യക്തമാണ്. ഫദ്ദുറു യസ്ദാദു ഹുസ്നൻ വഹുവ മുൻതളിമു വലൈസ യൻഖുസു ഖദ്റൻ ഗൈറ മുൻതളിമി. ഫദ്ദുറു, ഈ മുത്തു എന്നുള്ളത് യസ്ദാദു ഹുസ്നൻ, അത് ഇങ്ങനെ മെച്ചത്തിന് ജാസ്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നു, ഭംഗിയെ ജാസ്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. എപ്പോൾ? വഹുവ മുൻതളിമുൻ, അത് കോർക്കുന്ന സമയത്ത്. അത് കോർത്തു കൊണ്ടപ്പോൾ ആ മുത്ത് കോർത്ത് ഒരു മാല ആയിക്കഴിഞ്ഞാൽ കോർത്തിട്ട് വളരെ കൂടുതൽ ഭംഗിയാണ്. വലൈസ യൻഖുസു ഖദ്റൻ ഗൈറ മുൻതളിമിൻ, എന്നാൽ കോർക്കാത്ത സമയത്ത് അതിൻ്റെ സ്ഥാനത്തെ ചുരുക്കുകയുമില്ല. ആ മുത്ത് കോർക്കുന്ന സമയത്ത് അതിൻ്റെ ഭംഗി കൂടുന്നതല്ലാതെ അതേസമയത്ത് കോർക്കാതിരുന്നപ്പോൾ അതിൻ്റെ സ്ഥാനം ചുരുക്കുകയുമില്ല. എന്നതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്. അതിങ്ങനെ ബൈത്തോട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അത് പിന്നെയും മെച്ചം കൂട്ടുകയാണ്, എന്നാൽ പാടില്ലെങ്കിൽ അതിന് ആ സ്ഥാനം കുറയുകയുമില്ല. فما تطاول آمال المديح إلى ما فيه من كرم الأخلاق والشيم. فما تطاول ആമാലി, എൻ്റെ കൊതികൾ എത്തുന്നില്ല, അൽ മദീഹ, ഞാൻ മദ്ഹ് പറയൽ കൊണ്ട്, ഇലാമ, ഒന്നിലേക്ക് എത്തുന്നില്ല, ഫീഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളതായ ഒന്നിലേക്ക് എത്തുന്നില്ല. അതെന്താണ്? മിൻ കറമിൽ അഖ്ലാഖി, അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ബഹുമാനപ്പെട്ട അവിടുത്തെ സ്വഭാവങ്ങൾ, വശ്യമ്മി, അവിടുത്തെ പ്രകൃതികൾ, അതൊന്നും എത്തിപ്പെടാൻ എന്നെ കൊണ്ട് കഴിയില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് അതിനെ, പിന്നെ എങ്ങനെയാണ് എന്നെ നിങ്ങൾ നിഷേധിക്കുന്നത് ഞാൻ പറഞ്ഞതിനെ? അപ്പോൾ എന്നെക്കൊണ്ട് എത്തിക്കാൻ കഴിയുകയുമില്ല അവിടുത്തെ മദ്ഹ് പറയലിനെ എന്ന് കവി പാടുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.